ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂലൈ 3-ാം തീയതി. ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കോൺഫിഡൻസ് ലഭിക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അത് ഓരോ മേഖലയിലും, അത് കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള പഠനമായിക്കോട്ടെ, എവിടെയും നമുക്ക് സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ആ മേഖലയിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കും, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. ഇന്ന് ജൂലൈ 3, ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. 2024 ജൂലൈ 2 ഒ.വി. വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരുടെ പേര്: കെ പി രാമനുണ്ണി, വി ഷിനിലാൽ, ജിൻഷ ഗംഗ, ഹരികൃഷ്ണൻ തച്ചാടൻ. ഈ 4 പേർക്കാണ് 2024 ജൂലൈ 2-ാം തീയതി ഒ.വി. വിജയൻ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചിട്ടുള്ളത്. ജൂലൈ 2-ാം തീയതി ഒ.വി. വിജയന്റെ 95-ാമത്തെ ബർത്ത് ആനിവേഴ്സറി. ആ ദിവസമാണ് ഈ ചടങ്ങ് നടന്നിട്ടുള്ളത്. ഷോർട്ട് സ്റ്റോറിയിൽ രാമനുണ്ണിക്കും നോവലിലെ ഷിനിലാലിനും യങ് റൈറ്റർ എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഗംഗ. അതുപോലെ തന്നെ സ്പെഷ്യൽ ജൂറി മെൻഷൻ ഹരികൃഷ്ണന്. ഈ 4 പേർക്കാണ് 2024 ജൂലൈ 2-ാം തീയതി ഒ.വി. വിജയൻ സാഹിത്യ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി, തായ്ലൻഡ്. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള ഒരു സൈനിക അഭ്യാസമാണ് മൈത്രി. ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ തായ്ലൻഡിന്റെ റോയൽ തായ് ആർമിയും സംയുക്തമായി നടത്തുന്ന ഒരു എക്സസൈസ് ആണ് മൈത്രി. ഇത് തായ്ലൻഡിലെ ഫോർട്ട് വച്ചിരപ്രാക്കൻ എന്ന സ്ഥലത്ത് വെച്ചായിരിക്കുള്ളൂ ഈ ഒരു എക്സസൈസ്. ജൂലൈ 1 മുതൽ 15 വരെയാണ് മൈത്രി എന്ന ഇന്ത്യ തായ്ലൻഡ് ആർമിയുടെ എക്സസൈസ്. കഴിഞ്ഞ എക്സസൈസ് 2019 2019 സെപ്റ്റംബർ 16 മുതൽ 29 വരെയായിരുന്നു മേഘാലയയിലെ ഉംറോയ് എന്ന സ്ഥലത്ത് ഇന്ത്യ തായ്ലൻഡിന്റെ മൈത്രി എന്ന എക്സസൈസ്. മൈത്രി എന്ന എക്സസൈസ് ഇത് ഇന്ത്യ തായ്ലൻഡ് ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മൈത്രി അത് ഇന്ത്യ തായ്ലൻഡ് എക്സസൈസ് ആണ്. 2019 ഇന്ത്യയിലും 2024 ഇത് തായ്ലൻഡിലാണ്. ഇന്ത്യൻ ആർമിയുടെ 76 ആർമി പേഴ്സൺസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതായത് ഇന്ത്യൻ ആർമിയുടെ ലഡാക്ക് സ്ക്വാഡും അതുപോലെ തന്നെ മറ്റു ഡിവിഷനിലെ ചില ആർമി പേഴ്സൺസ് അടങ്ങുന്ന 76 പേർ അടങ്ങുന്ന ഒരു ആർമി ടീം ആണ് റോയൽ തായ് ആർമിയായിട്ട് ജൂലൈ 1 മുതൽ 15 വരെ തായ്ലൻഡിൽ ഈ എക്സസൈസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് വെപ്പൺ സിസ്റ്റം സ്കൂൾ ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? എയർഫോഴ്സ് സ്റ്റേഷൻ ബീഗംപേട്ട്. ഹൈദരാബാദിന് അടുത്തുള്ള എയർഫോഴ്സ് സ്റ്റേഷൻ ബീഗംപേട്ടിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യമായിട്ട് ഒരു വെപ്പൺ സിസ്റ്റം സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതിയായിരുന്നു എയർഫോഴ്സ് സ്റ്റേഷൻ ബീഗംപേട്ടിൽ വെപ്പൺ സിസ്റ്റം സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ആദ്യത്തെ ഒരു എയർഫോഴ്സിന്റെ ഒരു സ്കൂൾ ആണ് വെപ്പൺ ആയിട്ട് ബന്ധപ്പെട്ട്, ആയുധമായിട്ട് ബന്ധപ്പെട്ട്. 2022 ഇതിനുള്ള അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ചടങ്ങ് നയിച്ചിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ ചീഫ് ആയിട്ടുള്ള എയർ ചീഫ് മാർഷൽ വി.ആർ. ചൗധരിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ ചീഫ് ആണ് എയർ ചീഫ് മാർഷൽ വി.ആർ. ചൗധരി. ജോർദാനിലെ അമ്മാനിൽ നടന്ന അണ്ടർ 23 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2024 അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരുന്നു? ടോപ്പ് പൊസിഷൻ, ഉയർന്ന സ്ഥാനം. അണ്ടർ 23 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇത് നടന്നിട്ടുള്ളത് ജോർഡാനിലെ അമ്മാൻ എന്ന സ്ഥലത്താണ്. ഇന്ത്യ ഈ ഒരു കോമ്പറ്റീഷനിൽ ഏറ്റവും ടോപ്പ് ലെവലിലെത്തി. ഇന്ത്യക്ക് 8 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 4 ഗോൾഡ്, 2 സിൽവർ, 2 ബ്രോൺസ്, ആകെ 8 മെഡൽ നേടിക്കൊണ്ട് ഇന്ത്യ അണ്ടർ 23 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തി. 2-ാം സ്ഥാനത്ത് കസഖ്സ്ഥാൻ ആണ്. 3-ാം സ്ഥാനത്ത് കിർഗിസ്ഥാൻ. ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയിട്ടുള്ള വ്യക്തികളാണ് അഭിമന്യു, ജോണ്ടി കുമാർ, ഷാഹിൽ ജഗ്ലാൻ, അനിരുദ്ധ് കുമാർ എന്നിവർ. 2024 ജന്തുജാലങ്ങളുടെ സമ്പൂർണ്ണ പട്ടിക തയ്യാറാക്കിയ ആദ്യ രാജ്യം ഏത്? ഇന്ത്യ. ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഫ്ലോറ ആൻഡ് ഫോണയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്നും ഇതിനെക്കുറിച്ച് നമ്മൾ കറണ്ട് അഫേഴ്സിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അതേ ദിവസം തന്നെ പ്രഖ്യാപിച്ച ഒന്നാണ്. അതായത് ലോകത്തിന് പറയുമ്പോൾ ജന്തുജാലങ്ങളുടെ സമ്പൂർണ്ണ പട്ടിക തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ രാജ്യം ആയിട്ട് മാറി ഇന്ത്യ. സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോണ, അതായത് ജന്തുക്കളുടെ ആ ഒരു പട്ടികയിൽ ഏറ്റവും കൂടുതൽ പുതിയ ഫോണ, അതായത് ജന്തുക്കളെ, മൃഗങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് കേരളമാണ്. സസ്യങ്ങളിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ളത് വെസ്റ്റ് ബംഗാളാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 109-ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു ജൂൺ 30. ആ ദിവസമാണ് പുതിയ സൂചിക
യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് എൻവയോൺമെന്റ് ആയിട്ട്, അതായത് പരിസ്ഥിതിയെ ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി ഏക് പേഡ് മാ കെ നാം എന്ന പേരിൽ പുതിയൊരു ക്യാമ്പയിൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആരംഭിച്ചിരുന്നു, ലോഞ്ച് ചെയ്തിരുന്നു. ഏക് പേഡ് മാ കെ നാം എന്ന ക്യാമ്പയിൻ ഇത് ജൂൺ 5-ാം തീയതിയായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തത്. L1 പോയിന്റിന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ആദ്യത്തെ L1 ദൗത്യം എത്ര ദിവസം എടുത്തു? 178 ദിവസം. ആദ്യത്തെ L1 മിഷൻ അതിന്റെ പൂർണ്ണമായിട്ടും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ദിവസമാണ് 178 ദിവസം. ഇന്നലെയായിരുന്നു, അതായത് ജൂലൈ 2-ാം തീയതിയായിരുന്നു ഈ ഒരു 178 ദിവസം കൊണ്ട് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയത് ആദ്യത്തെ L1. അതായത് L1 എന്ന് പറയുമ്പോൾ ലാംഗ്വേജിൻ പോയിന്റ്. അപ്പോൾ ഈ ലാംഗ്വേജിൻ പോയിന്റിനെ പ്രദക്ഷിണം വെക്കുക എന്ന് പറയുമ്പോൾ അതിനടുത്ത ദിവസമാണ് 178 ദിവസം. ആദ്യത്തെ L1 എന്ന മിഷൻ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ്. അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ാം തീയതി. 2024 ജനുവരി 6-ാം തീയതി L1 എന്ന അത് ഉദ്ദേശിച്ച ആ പോയിന്റിലേക്ക് എത്താൻ സാധിച്ചു. ഇന്നലെ ജൂലൈ 2-ാം തീയതി ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയിലെ ജുഡീഷ്യൽ അവലോകനത്തിന് അധികാരം ഏത് കോടതിക്കാണ്? ഇതിന്റെ ഉത്തരം ഹൈക്കോർട്ട്സ് ആൻഡ് സുപ്രീം കോർട്ട്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ അവലോകനത്തിനുള്ള അധികാരം. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ജൂലൈ 2-ന് OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരുടെ പേര്: KP രാമനുണ്ണി, V ഷിനിൽലാൽ, ജിൻഷ ഗംഗ, ഹരികൃഷ്ണൻ തച്ചാടൻ. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി? തായ്ലൻഡ്. ഇന്ത്യൻ എയർഫോഴ്സ് വെപ്പൺ സിസ്റ്റം സ്കൂൾ WSS ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? എയർഫോഴ്സ് സ്റ്റേഷൻ ബീഗംപേട്ട്. ജോർദാനിലെ അമ്മാനിൽ നടന്ന അണ്ടർ-23 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2024 അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരുന്നു? ഉയർന്ന സ്ഥാനം, ടോപ്പ് പൊസിഷൻ. 2024 ജന്തുജാലങ്ങളുടെ സമ്പൂർണ്ണ പട്ടിക തയ്യാറാക്കിയ ആദ്യ രാജ്യം ഏത്? ഇന്ത്യ. L1 പോയിന്റിന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ആദ്യത്തെ L1 ദൗത്യം എത്ര ദിവസം എടുത്തു? 178 ദിവസം. ഇന്ന് ജൂലൈ 3-ാം തീയതി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, യക്ഷഗാന ഇസ് ദ ഫോക്ക് ഡാൻസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നാടോടി നൃത്തമാണ് യക്ഷഗാനം? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.